എന്താണ് അബ്രഹാം ഉടമ്പടി? അതായത് UAE-ക്കും അതുപോലെ തന്നെ സൗദിക്കുമൊക്കെ ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് പ്രസക്തിയാണുള്ളത്? നമുക്കറിയാം, F-35 എന്ന ഫൈറ്റർ വിമാനം ഏറ്റവും വില കൂടിയ ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ്. അത് കൃത്യമായി സൗദിക്ക് കൈമാറാൻ UK തയ്യാറാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വൈറ്റ് ഹൗസിൽ ചർച്ച നടക്കുകയാണ്, നിർണായകമായ ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ച ഇങ്ങനെയാണ്: ഇസ്രയേലിൻ്റെ അനുമതിയോട് കൂടിയല്ലാതെ, ഇസ്രയേലിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത് വഴിയല്ലാതെ അത്തരത്തിൽ ഒരു ഉടമ്പടിയിലേക്ക് തയ്യാറാകരുത്. കാരണം സൗദിയുമായിട്ടുള്ള ഇസ്രയേലിൻ്റെ നീക്കങ്ങൾ, ഇനിയുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ, അതുമാത്രമല്ല US-ഉം അതുപോലെ സൗദിയും തമ്മിലുള്ള സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ ഈ ഫൈറ്റർ ജെറ്റ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനെ ബോധിപ്പിക്കണം. ട്രംപിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചാൽ മാത്രം പോരാ, ഇസ്രയേലിനെ കൂടി കൺവിൻസ് ചെയ്യിപ്പിക്കണം പോലും. ഒന്ന് ആലോചിക്കൂ, ലോകരാഷ്ട്രങ്ങൾ US-ഉമായി ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഇസ്രയേലിനെ കൂടി ധരിപ്പിക്കണം പോലും. പ്രത്യേകിച്ചും അറേബ്യൻ രാജ്യങ്ങൾ US-ഉമായി ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അത് ഇസ്രയേലിന് കൂടി മനസ്സിലാകുന്ന രീതിയിൽ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൂടി ധരിപ്പിച്ചിട്ട് വേണം ഇനി നീക്കം. ഇല്ലെങ്കിൽ ഇസ്രയേൽ പല കാര്യത്തിനും തകിടം മറിക്കാൻ നിൽക്കും എന്ന ഒരു ഭീഷണി, ഒരു ഉമ്മാക്കി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. ആരാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു? ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ ഉറപ്പിക്കാനും അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ മുഴുവൻ മര്യാദ പഠിപ്പിക്കാനും നെതന്യാഹുവിന് ആരാണ് അട്ടിപ്പേർ അവകാശം കൊടുത്തത്? ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഈ നരഹത്യ നടത്തുന്ന നരാധമനായ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ഇരുന്നു കൊണ്ട് അന്ത്യശാസനം പോലെ പറയുകയാണ്, ഞങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കണം പോലും, ഇല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റ് പോയിട്ട് ഒരു വെടിക്കോപ്പും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന്. ഇതുകൊണ്ടാണ് റഷ്യയും ഇറാനും മാറി മാറി സൗദി അറേബ്യയോട് നല്ല ഭാഷയിൽ പറഞ്ഞത്, നിങ്ങൾ ഡീല് ചെയ്യുന്നത് ചെകുത്താന്മാരുമായി മാത്രമാണ്. നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും നിങ്ങൾ ആഗ്രഹിക്കാത്ത വഴിയിലൂടെ നടത്താനും ശ്രമിക്കുമ്പോൾ ഞങ്ങളുമായി ഒരു കൊളീജിയം ഉണ്ടാക്കൂ എന്ന് വീണ്ടും വീണ്ടും മനസ്സിലാകുന്ന നല്ല ഭാഷയിൽ മാറി മാറി പറഞ്ഞത് അതിൻ്റെ ഭാഗമായാണ്. റഷ്യക്ക് ഇപ്പോൾ ഉള്ള നൂതന സംവിധാനങ്ങൾ എന്തൊക്കെയെന്ന് അമേരിക്കയ്ക്ക് പോലും കൃത്യമായി അറിയില്ല, ഇസ്രയേലിനും ഒട്ടും അറിയില്ല. റഷ്യ ലോകരാഷ്ട്രങ്ങളിൽ ആരെങ്കിലുമായി ഒരു ഡീല് നടത്തിയാൽ, റഷ്യ അറേബ്യൻ രാജ്യങ്ങളുമായി ഒരു ഡീല് നടത്തിയാൽ ഇസ്രയേൽ ഇങ്ങനത്തെ തെമ്മാടിത്തരം പറയുമോ? ഇല്ലേ, ഇല്ല. കാരണം മറ്റേ അറ്റത്തെ റഷ്യയാണെന്ന് അവർക്ക് നന്നായി അറിയാം. ആരാണ് എൻ്റെ ഡീലിനെ പൊളിക്കാനും എൻ്റെ ഡീലിനെ കുറിച്ച് സംശയം ചോദിക്കാനും എന്ന് പുറ്റിനൊരു ഡയലോഗ് അടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇവൻ്റെയൊക്കെ നെകളിപ്പ് എന്നത് മനസ്സിലാക്കണം. അതാണ് റഷ്യയുടെ പ്രാധാന്യം.